അൻസാരി സുഹൂരി ഉസ്താദ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്ന നല്ലവരായ ജനസമൂഹം ജീവിക്കുന്ന ഈ കേരളത്തിലേക്ക് മതവിദ്വേഷവും വർഗീയതയും പറഞ്ഞു പരത്തി ആ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികൾക്കും അദ്ദേഹം മനോഹരമായി കൊണ്ട് മറുപടി നൽകാറുണ്ട്. കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് അദ്ദേഹം നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നുമുണ്ട്. ഒരു വശത്ത് വർഗീയവാദികൾ മതം പറഞ്ഞ് മതവിദ്വേഷം പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അൻസാരി സുഹൂരി ഉസ്താദ് മതസ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മനോഹരമായ മറുപടി നൽകി ആ വർഗീയവാദികളുടെ അജണ്ടകൾ ഇല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം സംഘികൾക്കും ക്രിസംഘികൾക്കും ഇസ്ലാമിക വിരോധികൾക്കുമെല്ലാം ഉസ്താദിനോട് വല്ലാത്ത വെറുപ്പാണ്. ഒരുപക്ഷെ ഈ അടുത്ത കുറേ ദിവസങ്ങളിലായി നോക്കിക്കഴിഞ്ഞാൽ പല സംഘികളുടെയും ക്രിസംഘികളുടെയും സമൂഹമാധ്യമ പേജുകളിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് അൻസാരി സുഹൂരി ഉസ്താദിനെ വിമർശിക്കുന്ന, അദ്ദേഹത്തിനെ തീവ്രവാദിയെന്നും ജിഹാദിയെന്നും വിളിക്കുന്ന പ്രവണതകളാണ് കൂടുതലും കാണാറുള്ളത്. തങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘികളുടെയും ക്രിസംഘികളുടെയും പ്രവണത കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. സൂര്യലക്ഷ്മി എൽ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ID നിന്നും വന്ന ഒരു കമന്റാണിത്. നിന്റെ തല മണ്ണിൽ ഉരുളും അധികം താമസിക്കാതെ. കണ്ടില്ലേ ആ ഒരു കമന്റ്? പലപ്പോഴും ഇത്തരം കമന്റുകളും കാര്യങ്ങളും എല്ലാം ഫേക്ക് ഐഡിയിൽ നിന്നാണ് കൂടുതലും അധികം പുറത്തു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് തന്നെയാണോ, ആ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന വ്യക്തി ഒറിജിനലാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും ആ ഉസ്താദിനോടുള്ള വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരു തനി വർഗീയവാദി എഴുതിയ ഒരു കമന്റാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നോക്കൂ, നിന്റെ തല മണ്ണിൽ ഉരുളുമെന്നാണ് ഈ വർഗീയവാദി പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്നും ഉസ്താദിനോട് ഈ പറയപ്പെടുന്ന ഈ വർഗീയവാദിയായ ഇവന് എത്രത്തോളം വെറുപ്പുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. നോക്കൊരു കൊലവിളി നടത്തുകയാണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു കമന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്നുണ്ടോ? അങ്ങനെ വെറുതെ ഒന്നും തള്ളിക്കളയേണ്ട ഒരു കമന്റ് അല്ല ഇത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വളരെയധികം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ, തങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ മിണ്ടിയാൽ അവരെ നിശബ്ദരാക്കുന്ന ഇത്തരം ആളുകളുടെ പ്രവണത ഇതിനു മുമ്പും നമ്മൾ പലവട്ടം കണ്ടതാണ്. നോക്കി, ഇവിടെ അൻസാരി സുഹൂരി ഉസ്താദിന് പകരം ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിക്കോ സന്യാസിക്കോ ഇതുപോലെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ഒരു കമന്റ് ഇട്ടിരുന്നുവെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വലിയ കോലാഹലങ്ങളുണ്ടാകും, ചാനൽ ചർച്ചകളുണ്ടാകും, ആ പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷണങ്ങളുണ്ടാകും. ആ പറഞ്ഞവനൊരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് തന്നെ പിന്നെ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്കും തീവ്രവാദികളും ജിഹാദികളും എന്നുള്ള പട്ടം ചാർത്തി വലിയ ചർച്ചകൾ നടക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു സംഘി കൊല്ലവിളി നടത്തിയത് ഒരു ഉസ്താദിനെതിരെയായതുകൊണ്ട് ഇവിടെ വലിയ ചർച്ചയൊന്നുമില്ല. നമുക്കറിയാം, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല, നല്ലവരായ ക്രൈസ്തവരും ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, തൻ്റെ അടുക്കലേക്ക് പ്രയാസങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും പറയാനെത്തുന്ന ആ ഹൈന്ദവ സഹോദരങ്ങളെ പോലും ആ ഉസ്താദ് ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. സുഖമില്ലാത്ത ഒരു മകളെയും കൂട്ടി ഒരമ്മ ഉസ്താദിനടുക്കിലേക്ക് വന്ന സമയത്ത് ആ അമ്മയുടെ പ്രയാസം കണ്ട് ആ കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന അരുണിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോളുടെ ആവശ്യത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, വീട് നിർമ്മാണത്തിനുള്ള സഹായത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത വീഡിയോയും നാം എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു. ശിവഗോവിന്ദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെയും കൊണ്ട് ഉസ്താദിനടുക്കിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരന്റെ വീഡിയോയും നാം എല്ലാവരും കണ്ടു. അതോടൊപ്പം അൻസാരി സുഹൂരി ഉസ്താദിന്റെ വീഡിയോകളിൽ പലപ്പോഴായി കാണാറുള്ള ഒരു മോളുണ്ട്, വരദമോൾ. ആ വരദമോളെക്കുറിച്ച് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയാണ്: എനിക്കിനി ഒരു മോള് കൂടി, വരദ. അച്ഛൻ രാജേഷ് മരണപ്പെടുമ്പോൾ മോൾക്ക് 5 വയസ്സ്. ഒരേ ഒരു ആഗ്രഹം, അച്ഛനുണ്ടാക്കിയ വീട് കടം കയറിപ്പോയി, അത് തിരിച്ചെടുക്കണം. ഇന്നലെ നമ്മൾ അതിനുവേണ്ടി കൈകോർത്ത് കഴിഞ്ഞു. ലക്ഷ്യം കാണാൻ ഇനി ഒരു അല്പദൂരം മാത്രം. ഇൻഷാ അല്ലാഹ്, ഒപ്പം നിന്നവർക്ക് നന്ദി പ്രാർത്ഥനയോടെ. ആ വരദമോളെ തൻ്റെ സ്വന്തം മകളെ പോലെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ്. സ്വന്തം മകളെ പോലെ. തൻ്റെ മകളെ എവിടെയെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ അവിടെയെല്ലാം ഈ വരദമോളെയും കൂട്ടി അദ്ദേഹം പോകാറുണ്ട്. ആ കാഴ്ചകൾ നയന മനോഹരമാണ്. തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വേണു എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തോടൊപ്പം സ്നേഹം പങ്കിടുന്ന, സൗഹൃദം പങ്കിടുന്ന പല കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആ മനുഷ്യനെ പലപ്പോഴും വിളിക്കുന്നത് വേണു സാറെന്നാണ്. അവിടെയും അദ്ദേഹം ആ ഒരു ബഹുമാനം
ആ ഒരു മഹത്വം അദ്ദേഹം നൽകുന്നുണ്ട്. ഇവിടെ കുറേ ആളുകൾ ഹിന്ദുക്കളുടെ അവകാശം പേര് നടക്കുന്നുണ്ട്. ഈ അവകാശം പേര് നടക്കുന്ന ഈ വർഗീയവാദികൾ ഒരിക്കൽ പോലും സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി, ഹിന്ദു സമൂഹങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു നല്ല കാര്യം പോലും ഇതുവരെയും ചെയ്തിട്ടില്ല. ഏതു നേരവും വർഗീയതയും വിദ്വേഷവും പറയാൻ മാത്രമേ അത്തരം ആളുകൾക്ക് നേരമുള്ളൂ. എന്നാൽ ഇവിടെ ഈ ഒരു മനുഷ്യൻ ആ ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അവരെ സഹായിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഇതുപോലെയുള്ള വർഗീയവാദികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അജണ്ടകളെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ശക്തമായി പ്രതികരിച്ച ഒരു മതപണ്ഡിതനായിരുന്നു അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. ആരെയും ഭയക്കാതെ നട്ടലോടുകൂടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് കാലങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അത്തരത്തിൽ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിക്കാത്ത പ്രയാസങ്ങളും പീഡനങ്ങളുമില്ല. അദ്ദേഹത്തിന്റെ ആയുസ്സിലെ പകുതിയിലധികവും അദ്ദേഹത്തിന് നരകയാതനകളായിരുന്നു. ഒരുപാട് വർഷം ജയിൽവാസം അനുഭവിച്ചു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അവസാനം ആ മനുഷ്യൻ ഇപ്പോൾ ഇടയ്ക്കിടെ ഒരുപാട് രോഗാവസ്ഥയിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്നു. അദ്ദേഹത്തിനെ ഒരു തീവ്രവാദിയാക്കാൻ ശ്രമിച്ചു. അവസാനം കോടതിയിൽ പോലും അദ്ദേഹം ചെയ്ത കുറ്റം തെളിയിക്കാനായില്ല. പിന്നീട് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. ഇവരൊക്കെ ഇത്തരം വർഗീയവാദികൾക്കെതിരെ ശബ്ദിച്ചതുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടു. കാസർഗോഡ് ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഇതുപോലെ വർഗീയവാദികൾക്ക് ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരാത്ത വ്യക്തിയാണ്. തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരിക്കൽ പോലും ഇത്തരം വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാത്ത വ്യക്തിയാണ്. ആ നിരപരാധിയായ മനുഷ്യനെ പോലും ആ വർഗീയവാദികൾ കൊലപ്പെടുത്തി. ഒരു മുസ്ലിമായി പോയി എന്നുള്ളതിന്റെ പേരിൽ മാത്രം നമ്മുടെ ഈ കേരളത്തിൽ എത്രയെത്ര കൊലപാതകങ്ങൾ നാം എല്ലാവരും കണ്ടു. നോക്കൂ, ആശയപരമായി ഇതുപോലെയുള്ള വർഗീയവാദികൾക്ക് സമ്മതിക്കാൻ നട്ടലില്ല. ആ നട്ടലില്ലായ്മയാണ് ഇതുപോലെ കൊലവിളിയും കൊലപ്പെടുത്തുമെന്നുള്ള പല വിധത്തിലുള്ള ഭീഷണിയുമായി രംഗത്ത് വരാറുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ഞാൻ തൃശ്ശൂരാണ്. എന്നെ പരിചയം? ഞാൻ ഫേസ്ബുക്കില് വീഡിയോ നമ്മുടെ പ്രേക്ഷകനാട്ടാ, കുഞ്ഞുചേട്ടാ കേട്ടാ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാ. ഞാൻ എല്ലാതും ലൈക്ക് അടിക്കാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, അതിനൊക്കെ നമ്മൾക്ക് ഷെയർ ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ സഹായം ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരു ഹായ് പറയാം പ്രേക്ഷകർക്ക്. എല്ലാവരും കൂടെ ഹായിട്ടാ, സന്തോഷം. എല്ലാവരും തിരിച്ചൊരു ഹായ് കൊടുക്കട്ടെ നമ്മുടെ ചേട്ടന്. കണ്ടതിൽ വളരെ സന്തോഷം. എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്.